നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛനും അമ്മയും ചേച്ചും പോയ പിന്നെ എനിക്കാരുണ്ട്? അച്ഛൻ ഈ മോളെ മറന്നു പോയോ? നിന്നെ മറന്നിട്ട് പോവാൻ അച്ഛന് കഴിയോ മോളെ? ആദ്യമായിട്ട് നിന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഞാനല്ലേ? എപ്പോഴാണെങ്കിലും അമ്മ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു മോളെ. ഞങ്ങൾ പോകുന്നത് കാണാനുള്ള സങ്കടം കൊണ്ട് ഒഴിഞ്ഞു മാറി നിന്നതായിരിക്കും എന്നാ കരുതിയത്. ഞാനെല്ലാം പാക്ക് ചെയ്യായിരുന്നു അമ്മേ. ബാഗുമായി ചേച്ചിയുടെ മുറിയിൽ വന്നപ്പോ ഞെട്ടിപ്പോയി. അമ്മ എവിടെയെന്നൊരു വാക്ക് ചേച്ചി പോലും ചോദിച്ചില്ലല്ലോ. ശ്രീകുട്ടി കാറിൽ കയറാൻ നേരത്തും അത് തന്നെ ചോദിച്ചത്. കാറിൽ കയറി വരാൻ ചേച്ചി. നീ ഞങ്ങളെ വിട്ടു പോവല്ലേ? ചേച്ചി ഇല്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടാവോ അമ്മേ? എന്റെ എല്ലാം എന്റെ ചേച്ചിയാ. നിന്നോട് പോകരുതെന്ന് പറഞ്ഞ് ഞാൻ സ്വാർത്ഥിയായി പോവും. നിന്നെ എന്റെ മുന്നിൽ കൊണ്ടുവന്നത് ശ്രീകുട്ടിയാ. ആ ശ്രീകുട്ടിക്കൊപ്പം ഇനി നീ ഉണ്ടാവണം. ചെല്ല്. ഞാൻ മുത്തശ്ശിയും കാണാൻ വന്നോളാം. ഞാൻ വീട്ടിൽ പോയിട്ട് മുത്തശ്ശന്റെ മരുന്നൊക്കെ എവിടെ വെച്ചിരിക്കുന്നതെന്ന് കാവേരി ചേച്ചിയെ വിളിച്ച് പറഞ്ഞോളാം. മുത്തശ്ശനിപ്പോ നിന്നോട് എന്താ പറയുക? മുത്തശ്ശന്റെ പൊന്നുമോള് എന്റെ ജീവിതത്തിലെ ശപിക്കപ്പെട്ട മറ്റൊരു ദിവസമായി പോയി എന്ന്. എല്ലാവരും പൊയ്ക്കോ, എന്നെ വിട്ട് എല്ലാവരും പൊയ്ക്കോ. നീ എവിടെ പോവാനാ മോളെ? നീ എന്റെ ഈ നെഞ്ചിനുള്ളിലുണ്ട്. ഒരു കുഞ്ഞില്ലാന്നുള്ള വേദനയെ മറന്നു തുടങ്ങിയത് നിന്റെ മുഖം കാണുമ്പോഴാ. ആ സ്വപ്നം ദിനേശ് ചേട്ടനും കാവേരി ചേച്ചിക്കും ഉടനെ സഫലാവും. അമ്മോ വാ മോളെ, നമുക്ക് പോവാം. നിന്നോട് ഞാൻ അപേക്ഷിക്കാം, നിന്റെ മുത്തശ്ശനെ നീ കുറ്റപ്പെടുത്തരുത്. മോനെ
അവനോട് ക്ഷമിക്കണേ. അവന്റെ വേദന എനിക്കറിയാം. എല്ലാം കൈവിട്ടു പോകുമെന്ന ഘട്ടം വന്നപ്പോഴാ ഗൗരിയുടെ മോളുമായുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത്. അവനോട് ഞാൻ സംസാരിച്ചോളാം. എന്നെ മനസ്സിലാക്കാൻ അവന്റെ അച്ഛന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്റെ കൊച്ചുമോന് കഴിയും. മനസ്സ് നിറഞ്ഞാൽ കുറച്ച് തൂവി പോകണം. അങ്ങനെ ഞാൻ കരുതുന്നുള്ളൂ. വസുമതി, എനിക്കൊന്ന് കിടക്കണം. ഒന്ന് പിടിച്ചേ. ശ്രീദേവിമേ, ഇപ്പൊ ഇതൊരു മരണ വീട് പോലെയായി. ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് സന്തോഷം തിരിച്ചു വരില്ല. എല്ലാത്തിനും സാക്ഷിയായി മുകുന്ദേട്ടൻ ഇവിടെ ഉണ്ടല്ലോ. അച്ഛൻ ചെയ്തതിനുള്ള ശിക്ഷ നമ്മുടെ മകൻ അനുഭവിക്കുന്നു. 9 വർഷക്കാലം സ്നേഹിച്ച പെണ്ണിന്റെ കൂടെ ജീവിക്കാനും ഒരാൺകുട്ടിയെ ലാളിക്കാനുള്ള ഭാഗ്യം മുകുന്ദേട്ടനുണ്ടായി. നമ്മുടെ മകന് അവൻ ജീവനെ പോലെ സ്നേഹിച്ച ഒരു പെണ്ണ്, അതും ഈ കുടുംബത്തിലെ ഒരു അംഗം, അവന് നഷ്ടമായത്. നമ്മൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അപ്പാവും പെൺകുട്ടി അനുഭവിക്കുക. സഞ്ജുവിനെ ഭർത്താവായി കിട്ടിയില്ലെങ്കിൽ കൂടി അവൾക്കൊരു ജീവിതം കൂടി ഇല്ലാതായി പോയി. എല്ലാം അനുഭവിക്കാൻ ദൈവം എന്നെ മാത്രം ബാക്കി വെച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.